ഇതുപോലൊരു മാധ്യമ ശില്പശാല വയ്ക്കാൻ കാരണം, അപ്പോൾ നിങ്ങൾക്കറിയാം പകർച്ചവ്യാധികളുടെ സംഖ്യ ഇത്തവണ അല്പം കൂടുതലായിരുന്നു. ഞാൻ പല തവണ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ അംഗങ്ങൾ വന്നപ്പോൾ 70% പുതുമുഖങ്ങളായിരുന്നു. ഒരു കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പിന്നെ ഇലക്ഷൻ മൂടായിപ്പോയി. അങ്ങനെ വന്നപ്പോൾ പകർച്ചവ്യാധികൾ കുറേ കൂടെ വ്യാപകമായൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം, ഞങ്ങൾ ഈ ഹൈപ്പർ കമ്മിറ്റിയെ വെച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇമ്മീഡിയറ്റായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ. 2, ലോങ് റണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ തവണ നിപ വന്നപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വവ്വാൽ എല്ലായിടത്തും ഉണ്ടല്ലോ, പക്ഷേ നിപ ചില കേന്ദ്രങ്ങളിൽ മാത്രം, അതായത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുക. അതൊക്കെ ലോങ് റണ്ണിൽപ്പെട്ട കാര്യങ്ങളാണ്. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഇമ്മീഡിയറ്റായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. വിദ്യാലയങ്ങളിൽ വെള്ളിയാഴ്ചയും, ഓഫീസുകളിൽ ശനിയാഴ്ച, വീടുകളിൽ ഞായറാഴ്ച. അപ്പോൾ നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ വർഷവുമായിട്ടുള്ളൊരു താരതമ്യം ചെയ്യാനൊന്നും ഞാൻ തയ്യാറായിട്ടില്ല. DHSനോട് നൽകിയത് ഒരു ദിവസം രോഗം ബാധിച്ചവരുടെ എണ്ണം, മരിച്ചവരുടെ എണ്ണം, ഇത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പോർട്ടലിടുക. കാരണം മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മാധ്യമങ്ങളുടെ വിമർശനം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞങ്ങളത് പോർട്ടലിടാൻ കാരണം മറ്റൊന്നുമല്ല, എല്ലാം ഭദ്രമാണെന്ന് കള്ളം പറഞ്ഞാൽ ജനങ്ങളും കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് എടുക്കും. അങ്ങനെ വരുമ്പോൾ പകർച്ചവ്യാധികൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകും. അതുകൊണ്ടാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മാലിന്യം ഒരു പ്രധാന ഘടകമാണ്. അത് നീക്കം ചെയ്യുകയാണെങ്കിൽ ലോക്കൽ ബോഡിയുടെ സഹകരണം വേണം. ഇപ്പോൾ ലോക്കൽ ബോഡി അവരെ വിശ്വാസത്തിലെടുത്തു. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഷിഗല്ല ഉൾപ്പെടെ, വാട്ടർ അതോറിറ്റിയെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധന കർശനമാക്കണമെന്ന നിർദ്ദേശം കൊടുത്തു. കാരണം വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന പെട്ടിക്കടകൾ, തട്ടുകടകൾ, അതൊക്കെ ഒന്ന് നോക്കി വൃത്തിഹീനമായ അത് ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് നീക്കം ചെയ്യാം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഏതായാലും നമുക്ക് ഭയാശങ്കകൾ വേണ്ട, നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചു, ഞാനിപ്പോൾ നിപ ഇല്ല, നിപയിൽ നിന്ന് കേരളം മോചിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയ സന്ദർഭത്തിൽ ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്കും ആരോഗ്യവകുപ്പ് അധികൃതർക്കും നൽകിയ ഒരു സൂചന, ഇത് ഇന്നത്തെയാണ് ഞാൻ പറയുന്നത്, നാളെ വരാതെ നോക്കണം. കാരണം നിപയുടെ സാധ്യതയുള്ള മാസങ്ങൾ സെപ്റ്റംബർ മാസം വരെയാണ്. മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇനി സെപ്റ്റംബറിന് സമയമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കണ്ടേ. ഇപ്പോൾ വ്യക്തമായിട്ട് ചിത്രം എന്താണെന്ന് മാധ്യമങ്ങളെ അറിയിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഗവൺമെൻറ് അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. എല്ലാം തികഞ്ഞു എന്ന് ഒരിക്കലും അഭിമാനിക്കുന്നില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, സിസ്റ്റത്തിൽ ചില സന്ദർഭങ്ങളിൽ പാളിച്ച സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, 10,60,000-ൽ പരം സ്റ്റാഫുണ്ട് ഈ ആരോഗ്യ വകുപ്പിൽ മിനിമം. അങ്ങനെയൊരു വകുപ്പിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്, അല്ലാതെ അതിനെ ന്യായീകരിക്കുകയല്ല. ഞാനിപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ചിലതിൽ കുറ്റക്കാരാണെന്ന് കണ്ടവരെ നടപടിയെടുത്തു. അതുപോലെ തന്നെയാണ് ഇനി തുറന്നുള്ള കാര്യങ്ങൾ. ഇപ്പം ഓരോ ദിവസത്തെ കാര്യങ്ങൾ DHSും DME ഒക്കെ എന്നെ അതാത് ദിവസങ്ങളിൽ അറിയിക്കാറുണ്ട്. അപ്പോൾ
തെറ്റുകൾ സംഭവിക്കുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയല്ല, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള ആരെയും സംരക്ഷിക്കുന്നൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണം. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആരോഗ്യ വകുപ്പിനെ ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിൽ എത്തിക്കാൻ മാധ്യമങ്ങളും ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിനോട് സഹകരിച്ച എല്ലാ മാധ്യമങ്ങളോടും സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും വേണ്ടി ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.